നാമോ നിശാ ഹമാരാ. ഇന്ത്യയുടെ പേരും കൊടിയും ഇന്നും പറക്കുകയാണ്. ഇന്ത്യയുടെ കൊടി ഇന്നും അവശേഷിക്കുകയാണ്. ഇന്ത്യയുടെ പേര്. ലോകത്തൊരു വലിയ രാജ്യം ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ, ആ ഏഷ്യ പ്രവാചകന്മാർക്ക് ജന്മം നൽകി. ഏഷ്യ ആത്മീയ തേജസ്വികൾക്ക് ജന്മം നൽകി. അവിടെ ജനിച്ചവരൊക്കെ ആത്മാവിനോട് സംസാരിച്ചു. അത്ഭുതമാണ്. ഭർത്താവ് മരിച്ച സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് ശ്രീബുദ്ധൻ ഇരുന്നു. ദുഃഖമാണ്. മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയില്ല. ബുദ്ധൻ ചോദിച്ചു, ദുഃഖമാണോ സങ്കടമാണോ? സങ്കടത്തിനൊരു പരിഹാരമുണ്ട്. നമുക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. ബുദ്ധൻ ആ സ്ത്രീയോട് പറഞ്ഞു, മോഹിക്കരുത് പെങ്ങളെ. മോഹം ദുഃഖമാണ് പെങ്ങളെ. ആഗ്രഹം പാപമാണ് പെങ്ങളെ. ദുഃഖത്തിലേക്ക് നയിക്കുന്നത് മോഹമാണ്. സകല മോഹങ്ങളും വെടിഞ്ഞാൽ ദുഃഖത്തിൽ നിന്ന് മോചനമായെന്ന് കപിലവസ്തുവിന്റെ പുത്രനായ ഗൗതമൻ എന്ന സിദ്ധാർത്ഥൻ. മൂവർണ്ണക്കൊടി പറക്കണം, ഇന്ത്യയുടെ ദേശീയ കൊടി. അത്ഭുതകരമായ രാജ്യം ഇന്ത്യ. മഹത്തായ രാജ്യം ഇന്ത്യ. ഈ ഇന്ത്യയിൽ പിറന്ന ഒരാൾക്കും അക്രമിയാകാൻ കഴിയില്ല, വർഗീയവാദിയാകാനും കഴിയില്ല. പടിഞ്ഞാറിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല. കാരണം ഞാൻ മദീനയിലെ മണ്ണുകൊണ്ട് എന്റെ കണ്ണിൽ സുറുമ തേച്ചിരുന്നുവെന്ന് പറഞ്ഞ മഹാനായ ദാർശനിക കവിക്ക് ജന്മം നൽകിയതും ഭാരതത്തിന്റെ മണ്ണ്, ഇതിഹാസം പൂത്ത മണ്ണ്. എത്രയെത്ര ആചാര്യന്മാർ, എത്രയെത്ര ജീവിതത്തെ ഉത്ബോധനം കൊണ്ട് കീഴടക്കിയ മഹത്തുക്കൾ ചവിട്ടിപ്പോയ മണ്ണാണ് മഹത്തായ ഭാരത മഹാരാജ്യം. യൂനാനോ മിസ്റോ റൂമ, യൂനാനോ മിസ്റോ റൂമ, സബ് മിട്ട് ഗയേ ജഹാൻ സേ. യവന സംസ്കാരം ലോകത്തിൽ നിന്ന് അസ്തമിച്ചു പോയി. റോമാ സംസ്കാരവും അസ്തമിച്ചു പോയി. സബ് മിട്ട് ഗയേ ജഹാൻ സേ, അബ് തക് ഹൈ മഗർ ബാക്കി നാമോ നിശാ ഹമാരാ. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ കൊടിയടയാളം ഇന്നും അവശേഷിക്കുകയാണ്. പറയുമ്പോ തന്നെ എനിക്ക് കോരിത്തെരിപ്പുണ്ടായിപ്പോണേ. പറയുമ്പോ തന്നെ കോരിത്തെരിപ്പുണ്ടായിപ്പോണേ. യവന സംസ്കാരം അസ്തമിച്ചു പോയി. റോമൻ സംസ്കാരവും തിരോഭവിച്ചു പോയി. പക്ഷേ ഇപ്പോഴും ബാക്കിയായി അവശേഷിക്കുകയാണ് നാമോ നിശാ ഹമാരാ. സ്നേഹഭാജനമായ പുണ്യനബിയുടെ സദസ്സിനെ അലങ്കരിക്കുന്നത് ആ നബിയെ സ്നേഹിക്കുന്നവർ മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ സദസ്സിനെ അലങ്കരിക്കാൻ കഴിയൂ.